ഫസ്റ്റ് ഹാഫ് பார்த்தவங்களுக்கு சுத்தமாக സെറ്റ് ആവാது. എല്ലാവർക്കും അങ്ങനത്തെ എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഷോവിൻ്റെ എക്സ്പെക്ടേഷൻസ് വെച്ച് കാണാൻ പോകരുതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു മ്യൂസിക്കലായത്, ഇത് മൂവിയല്ല. റിയാലിറ്റി ഏതാ ഹാലൂസിനേഷൻ ഏതാ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടുത്തോട്ടെത്തയില്ല. കൊള്ളാം நல்ல படம் நல்லது ஓகே தான், ரொம்ப போர் தான். ஃபஸ்ட் பார்ட்டை கம்பேர் பண்ணும்போது ரொம்ப போரிங்காக தான் இருந்துச்சு. ஆமாம், ரொம்ப மியூசிக்கல் தான். ஸ்டோரி வைஸ் ரொம்ப லேக் இருக்குது, ஒன்றுமே இல்லை, ரொம்ப போர் தான். ஃபஸ்ட் ஹாஃப் பார்த்தவங்களுக்கு சுத்தமாக സെറ്റ് ആവാது. കുഴപ്പമില്ലായിരുന്നു. ഒരു മ്യൂസിക്കൽ എന്നേ വിളിക്കാൻ കൊള്ളാവോ, അല്ലാതെ മൂവിന്ന് ഇതിനെ വിളിക്കാൻ കൊള്ളില്ല. ഫസ്റ്റ് ഷോവിൻ്റെ എക്സ്പെക്ടേഷൻസ് വെച്ച് കാണാൻ പോകരുതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു മ്യൂസിക്കലായത്, ഇത് മൂവിയല്ല. ഹൈപ്പ് ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. ഇത് മ്യൂസിക്കല, മൂവിയല്ല. നല്ല പടം, കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെ. അല്ല, അത് ചിലവർക്ക് ഈ മ്യൂസിക്കൽ പടമായതുകൊണ്ടാണ് ഈ ലാലാ ലാൻഡ് പോലെയൊക്കെ ഉള്ള മ്യൂസിക്കൽ പടം ആകുമ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ പറ്റില്ല. അത്ര ജോക്കോട്ട് നോട്ട് ദാറ്റ് അപ് ടു ദ മാർക്ക്. നോട്ട് movies I would say average. Only one who likes the actor, then he can only see the movie, and overall review it's average. The story wise the progression is not that much good. സിനിമ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഫസ്റ്റിനെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് അത്രയും വന്നിട്ടില്ല. റിയാലിറ്റി ഏതാ ഹാലൂസിനേഷൻ ഏതാ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എൻഡിങ് സർപ്രൈസിങ് ആയിരുന്നു, പക്ഷേ ഓവറോൾ സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നുന്നു. മ്യൂസിക്കൽ ബീജിയം കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി നല്ലതാണ്, കളർ ഗ്രേഡിങ് നല്ലതാണ്, ആക്ടിങ് പെർഫോമൻസ് നല്ലതാണ്. പക്ഷേ സ്റ്റോറി വൈസ് ഒരു അത്രയും ഡെപ്ത് വന്നിട്ടില്ല സിനിമയ്ക്കെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ സുഖമില്ല. ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അടുത്തോട്ടെത്തയില്ല. ആക്ടിങ് വൈസും പെർഫോമൻസ് ടെക്നിക്കൽ ആസ്പെക്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റോറി വൈസ് സ്ക്രിപ്റ്റ് വൈസ് ഒന്നുമില്ല. ലൈക്ക് നമ്മൾ ഫസ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ല മൂവി. ഇത് കാണേണ്ട ആവശ്യമില്ല, കാരണം ഒന്നും തന്നെ ഇല്ല ഇതിനകത്ത്. പെർഫോമൻസ് മാത്രം കൊള്ളാം, അതിനുവേണ്ടി വേണമെങ്കിൽ കാണാം, അല്ലാതെ ഒന്നും തന്നെ ഇല്ല. ജാക്വിൻ ഫീനിക്സിൻ്റെ പെർഫോമൻസ് ഇപ്പോഴും ജോക്കർ എന്ന രീതിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ കാണാൻ വലിയ സുഖമില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ കിടിലൊന്നുമല്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച അത്ര ഇല്ലായിരുന്നു. ഫസ്റ്റ് മൂവിയിൽ അത്ര കൊള്ളില്ലായിരുന്നു. അത്ര കുഴപ്പമില്ലായിരുന്നു, ആവറേജ് എന്ന് പറയാം. ഓവർന്ന് പറയാൻ പറ്റുന്നില്ല. പഴയ ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, ഫസ്റ്റിൻ്റെ എക്സ്പെക്ടേഷൻ. ആവറേജ് കൊള്ളാം, നല്ല പടമാണ്. അല്ല, അത്യാവശ്യം നല്ല ടൈപ്പാണ്, കൊള്ളാം. എനിക്ക് ഫസ്റ്റിനേക്കാളും ഫസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് കുഴപ്പമില്ല, കൊള്ളാം. ഫസ്റ്റിൻ്റെ അത്ര എനിക്ക് വർക്കായില്ല, പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ചേട്ടാ കൊള്ളാം, നല്ല പടമാണ്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഭയങ്കര സ്ലോ പേസിൽ പോകുന്നൊരു മൂവിയാണ്. പിന്നെ ഫീനിക്സിൻ്റെ ഗാഗയുടെ പെർഫോമൻസ് ആയാലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻറ്റസി ടൈപ്പ് പോലത്തെ ഒരു പടമാണ്. ഫുൾ ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് അവർ ഈ പടം മൊത്തം പിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് അത് പുള്ളിയുടെ അടുത്ത മീൻസ് സീക്വലാണ് ശരിക്കും. എന്താണ് ആ ജയിലിൽ പുള്ളിനെ പിടിച്ച് കൊണ്ടുപോകില്ലേ, പിന്നെ അവിടെ നടക്കുന്ന ഫുൾ കഥയാണ്. ഫുൾ ഒരു ജയിലും ഒരു കോർട്ട് റൂം ഡ്രാമ അങ്ങനെ പോലെ പറയാം. ഫുൾ ഒരു ഡ്രാമ ടൈപ്പാണ്. പിന്നെ ഫുൾ പോകുന്ന പടം മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് നിരാശ എന്നങ്ങനെ പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ ടേസ്റ്റ് അല്ലേ, അവർ എങ്ങനെ എടുക്കുന്നു. കൊള്ളാം, കണ്ട് നല്ല പോലെ. ഇത് ക്യാരക്ടറൊക്കെ ഡിസ്ട്രോയ് ചെയ്ത പോലെയായിരുന്നു ഫീൽ ആയത്. ബട്ട് ഐ ഡോണ്ട് നോ വൈ ദേ മേഡ് ദിസ് മൂവി. നെഗറ്റീവ് ആവാൻ ഇറ്റ്സ് മോർ ലൈക്ക് എ ക്വിക്ക് മണി ഗ്രാബിങ്, അതിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ ഉണ്ട്. ആക്ടിംഗ് ഒക്കെ നല്ല ടോപ്പ് നോച്ചായിരുന്നു. ആക്ടിംഗ് വെച്ച് കുഴപ്പമില്ല, ബട്ട് ഐ ഫീൽ ലൈക്ക് ദേ വാസ് ഇൻ ദ സ്ക്രിപ്റ്റ് അറ്റ് ഓൾ, സോ ദേ മെയ്ഡ് ഇറ്റ് ഓൺ ദ വേ. ബെറ്റർ ദാൻ ആവറേജ്, അല്ലാതെ ഒരുപാട് ഇല്ല. ഇറ്റ്സ് ഓക്കെ. ലൈക്ക് പ്രീവിയസ് ജോക്കർ മൂവിയുടെ അത്രയും എനിക്ക് വന്നില്ലെങ്കിലും ഐ ലൈക്ക് ഇറ്റ്. ക്രൗഡുണ്ട്, മീൻസ് ഫസ്റ്റ് ഡേ അല്ലേ, സോ ഒബ്വിയസ്ലി ഇല്ലില്ല. ലൈക്ക് ഒരു സ്ലോ പേസ് ആണ്, മ്യൂസിക്കൽ ഡ്രാമ കൈൻഡ് ഓഫ് തിങ് ആണ്. ലേഡി ഗാഗയും ജാക്ലിനുമായിട്ടുള്ള കോമ്പിനേഷൻ, ദാറ്റ്സ് വണ്ടർഫുൾ. സെയിം ലൈക്ക് ഫ്രീക്വൻസി, സെയിം വേവ് റേഞ്ച്, ലൈക്ക്